മണി പ്ലാന്റുകൾ മോസ്റ്റിക്കിൽ വളർത്തിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ? ഞാൻ ഒരു വർഷമായിട്ട് മോസ്റ്റിക്കിൽ വളർത്തി എടുക്കുന്ന ഒരു മണി പ്ലാന്റാണിത്. ഇപ്പോൾ ലാസ്റ്റ് മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിന് വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കുറേ ഓവറായിട്ടുള്ള വള്ളികളെല്ലാം താഴത്തേക്ക് വന്നിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല വലിയ ഇലകളാണുള്ളത്. നമ്മുടെ വേരുകളൊക്കെ നന്നായിട്ട് മോസ്റ്റിക്കിൽ നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന കെയറുകളും ഇതിൻ്റെ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. കൂടുതലും മണി പ്ലാന്റുകൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് നിന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് ഫെയ്ഡാവും. കുറച്ച് സൂര്യപ്രകാശം വേണം. അതിന് നമ്മൾ കുറച്ചും കൂടി ഒരു ഷെയ്ഡഡ് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇലകളെല്ലാം കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് നല്ല ഗ്രീനിഷായിട്ട് വരും. മണി പ്ലാന്റുകൾക്ക് അധികം വെള്ളം ആവശ്യമില്ല. ഓവർ വാട്ടറിങ് കൂടുതലും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ചെയ്യുന്നത് ഒരു 3 ഡേയ്സിൽ വൺസാണ് ഞാനത് വെള്ളം ഒഴിക്കാറുള്ളൂ. അത് മുകളിലൂടെ മോസ്റ്റിക്കിലെല്ലാം നനഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഞാൻ നനയ്ക്കാറുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് ഈ വേരുകളെല്ലാം ഈ മണി പ്ലാന്റിലേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു കേബിൾ ടൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മോസ് സ്റ്റിക്കിൻ്റെ ഒപ്പം തന്നെ വേരുകൾ വെച്ചിട്ടൊന്ന് ടാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈ ചെയ്തിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൽ പിടിച്ച് വളരാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു പ്രാവശ്യം നന്നായിട്ട് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആ കേബിൾ ടൈ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. കരിഞ്ഞ ഇലകളൊക്കെ നമുക്കിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ വേരുകളിലേക്ക് നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ സാധാ വെള്ളം വെച്ചാണ് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസറായിട്ട് ഞാൻ നല്ല ചാണകത്തിൻ്റെ ചാണകപ്പൊടി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് മോസ്റ്റിക്കിലൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അതൊരു 1 വീക്ക് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ നമുക്കൊരു 1 മന്തിൽ കുറച്ച് മേൽമണ്ണ് മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിരുന്നു. ഇങ്ങനെയെല്ലാമാണ് ഞാൻ എൻ്റെ മണി പ്ലാന്റുകളെ കെയർ ചെയ്യുന്നത്. ഇതെല്ലാം നല്ലൊരു ടിപ്സായിട്ട് നിങ്ങൾ എടുക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.